ഇനി റമദാനുമായി ഒരു പ്രസക്തമായ പ്രസംഗം കേൾക്കാം. ആരും സഹായിക്കാനില്ലാത്ത രോഗികളായി മരുന്ന് വാങ്ങാൻ കാശില്ലാത്തവരുണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന പണി എന്താണ്? മഹല്ലിന്റെ ലെറ്റർ പാഡില് ഈ വരുന്നയാള് അനാഥ കുടുംബമാണ്, ഭർത്താവ് മരിച്ചവരാണ്, 3 പെൺകുട്ടികളുണ്ട്, രോഗിയാണ്, സഹായിക്കണം, തേങ്ങാക്കൊലയാണ്. എന്നിട്ട് അടിയിൽ മഹല്ല് സെക്രട്ടറിയുടെ സീലും മൊത്തം വെച്ചു കൊടുക്കുന്ന നാണം കെട്ട പരിപാടിയാണ് മഹല്ല് ജമാഅത്തിന്റെ ഉത്തരവാദിത്തം എന്ന് കരുതിയോ നിങ്ങൾ? അതാണ് മഹല്ല് ജമാഅത്തിന്റെ ഉത്തരവാദിത്തം. വെള്ളിയാഴ്ച വേർത്തൊലിച്ചൊരു പെണ്ണ് ഈ ലെറ്റർ പാടുമായി ഖത്തീബ് പറയാണ്, ഇതാ ഇന്ന മഹല്ലിൽ നിന്ന് ഒരാൾ വന്നിട്ട് നിങ്ങൾ സഹായിക്കണം, 350 ഉലുവ. നിങ്ങൾ എല്ലാവരും ഭരണാധികാരികളാണ്, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഇൻഷാ അല്ലാഹ് ഉറപ്പിച്ചോളൂ, ഞാനും നിങ്ങളും ഖത്തീബും മഹല്ല് ജമാഅത്തും നാളെ അല്ലാഹുവിന്റെ വിചാരണയിൽ നീ ഏറ്റെടുത്ത ഉത്തരവാദിത്തം നിർവഹിക്കാത്തതിന് പേരിൽ ഒരടി മുന്നോട്ട് വെക്കാനാവാതെ വിറച്ചു പോകും. അതാണ് മഹല്ല് ജമാഅത്ത്. ആഖിറു അദാബു മിനന്നാർ. ഇതത്ര സുഖമുള്ള പരിപാടിയല്ല. ഖത്തീബാകലും കമ്മിറ്റിയാകലും ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ജനറൽ ബോഡിയിൽ കാട്ടിക്കൂടുന്ന പരിപാടി എന്താണ്? ഇതുവരെ നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടായിണ്ടാവും, ഇപ്പൊ ദേശീയ തുടങ്ങിയിട്ടുണ്ടാവും. എനിക്കറിയാം, പോകേണ്ടവർക്ക് പോകാം, എനിക്കൊരു കുഴപ്പമില്ല. ഏൽപ്പിച്ച പരിപാടി ഞാൻ പറഞ്ഞു തീർക്കുകയാണ്. മെമ്പർഷിപ്പ് ഉണ്ടാക്കിയിട്ട് നീ പാനിൽ എന്റെ പേര് എഴുതണമെന്ന് പറഞ്ഞില്ലേ? നരകത്തിന്റെ കച്ചിട്ടാണ് എഴുതിണ്ടാക്കുന്നത്. എന്നിട്ട് ഒരു പരിപാടി നടക്കാതെ ഉസ്താദിന് ശമ്പളം കൊടുക്കുക, അതിന് റെസീവർ പോരെ. തേങ്ങയുടെ കണക്ക് എഴുതുക, റെസീവർ പോരെ. വരിസംഖ്യയുടെ കണക്ക് വെക്കുക. ഇത് 3 മാത്രമാണെങ്കിൽ ഉറപ്പിച്ചോളും, ഞാനും നിങ്ങളും അല്ല, ഞാനൊരു മഹല്ല് കമ്മിറ്റിയിൽ അംഗമാണ്, അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും. അബ്സല്യൂട്ട്ലി. ഇതാർക്കെങ്കിലും ഈമാനികമായി മനസ്സിലാകുന്നുവെങ്കിൽ, നിങ്ങളുടെ ആരുടെയെങ്കിലും പ്രിവിലേജിനെ തകർക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടണ്ട. ഈമാൻ കൊണ്ടാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കും, ആ ചക്കൻ പറയുന്നത് ശരിയാണല്ലോ, അള്ളാന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരുമല്ലോ. നോക്കൂ, റമദാനിലെ നമ്മുടെ ആൾക്കാര്, പ്രത്യേകിച്ച് ഞാനൊക്കെ ജോലി ചെയ്യുന്ന പ്രദേശങ്ങളിലെ പാലക്കാട് നിന്ന്, ആലത്തൂരിൽ നിന്ന് നമ്മുടെ ഉമ്മത്തിലെ പെണ്ണുങ്ങൾ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. നോമ്പുണ്ടോ അല്ലാഹു അഅലം, 10-20 ഉറുപ്പ്യ കിട്ടാൻ വേണ്ടി അലഞ്ഞു നടക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ സിസ്റ്റം ഉണ്ടായത്? ഈ ഒരു ഡാറ്റാ ബാങ്ക് നിങ്ങൾ തയ്യാറാക്കിയാല് നിങ്ങളുടെ നാട്ടിലെ കാറ്റഗറൈസ് ചെയ്യുക, ABCD, എക്കോണമിക്കൽ കാറ്റഗറി എന്ന് വേണമെങ്കിൽ പേര് വെക്കാം. അതായത് നല്ല സമ്പന്നർ, പകുതി സമ്പന്നർ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, അതിദാരിദ്ര്യമുള്ളവർ, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്താൽ. വളരെ പ്രസക്തമായ വാക്കുകളാണ് ഈ പണ്ഡിതൻ ഇവിടെ ഷെയർ ചെയ്തത്. എല്ലാ സമൂഹത്തിലും സമുദായത്തിലും ഭിക്ഷയാചിക്കലും അല്ലെങ്കിൽ കൈനീട്ടലും അത്തരം കാര്യങ്ങളുമൊക്കെ ഒരു വേദനയുടെയോ ദുഃഖത്തിൻ്റെയോ അപമാനത്തിൻ്റെയോ ഗതികേടിൻ്റെയോ ചിഹ്നമാണെങ്കിൽ, ഈ ഉത്തമ സമുദായത്തിൽ, കാശ് കൊണ്ട് പുളി കുടിക്കുന്ന സമുദായത്തിൽ, 15,000, 20,000, 30,000, 40,000 സ്ക്വയർ ഫീറ്റ് വീടുകൾ വെച്ച് കൂട്ടുന്ന സമുദായത്തിൽ, ഏറ്റവും വലിയ കൂടിയ വാഹനങ്ങൾ 2-3 വെച്ച് അഭിരമിക്കുന്ന ഈ സമുദായത്തിൽ, നോമ്പ് തുറകൾ 10,000 മുടക്കി വളരെ സുഭിക്ഷമായി നടത്തുന്നത് കൂടാതെ പിന്നീട് പൊതികളും അതുപോലെ മറ്റു പലരും വിതരണം ചെയ്യുന്ന ഈ സമുദായത്തിൽ, ലക്ഷങ്ങളുടെ നക്ഷത്ര കല്യാണങ്ങൾ ഇഷ്ടം പോലെ നടത്തുന്ന ഈ സമുദായത്തിൽ, ഉമ്മയുടെയും ഉപ്പയുടെയും ജന്മദിനം മുതൽ, മക്കളുടെ ബർത്ത്ഡേ മുതൽ, കല്യാണത്തിൻ്റെ ആഘോഷം മുതൽ, പിന്നെ പെണ്ണ് കാണലിന് ചോക്ലേറ്റ് മഴയും പിന്നെ അതിൻ്റെ അപ്പുറത്തെ തേങ്ങാക്കൊലയും മുഴുവനും വെച്ച് അഭിരമിക്കുന്ന ഈ മതത്തിനുള്ളിൽ ഈ സമുദായത്തിലെ ആളുകളാണ് ഇതൊരു അലങ്കാരമായും അമലായും കരുതി ഈ ഭിക്ഷാടനത്തെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്, അതിനുവേണ്ടി ഇറക്കി വിടുന്നത്, അതിനുവേണ്ടി അവസരം നൽകുന്നത്, അതിനുവേണ്ടി ഇസ്സത്തില്ലാതെ പള്ളിക്കകത്തും പുറത്തും എഴുന്നേറ്റ് നിന്ന് കൈനീട്ടുന്നത് എന്നതാണ് സത്യം. ബാക്കി സമുദായത്തിലൊന്നും ഇല്ല ഗതികേട്, അവർക്കൊന്നും പ്രശ്നങ്ങളില്ല. ഇത് മഗ്‌രിബിൻ്റെ സമയത്ത് പോലും, അത് കഴിഞ്ഞിറങ്ങുമ്പോൾ പോലും കൈനീട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അത് നീട്ടാനുള്ള സംസ്കാരം ഉണ്ടാക്കിയെടുത്തതിൻ്റെ അവസരം മുതലെടുത്ത് പല കള്ളുകുടിയന്മാരും മറ്റിതര പല മതങ്ങളിൽപ്പെട്ടവരും അടക്കം ഒരുപാട് ആളുകൾ കള്ളു കുടിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഈ പറയുന്നത് പോലെ രംഗത്ത് വരുന്നതിനൊരു കലവറ ഒരുക്കി കൊടുത്തത്, അതിനൊരു തണലൊരുക്കി കൊടുത്തത് ഈ സമുദായമാണെന്നതാണ് സത്യം. ഇത് വളരെ പച്ചയായിട്ടാണ് ഈ ഉസ്താദ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ബഷീർ ഫൈസി ദേശമംഗലം എന്ന് പറയുന്ന അദ്ദേഹമാണെന്നാണ് എൻ്റെ തോന്നൽ. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ, പേര് കണ്ടില്ല. ഇതൊരു നഗ്നമായ സത്യമാണ്.
മഹല്ല് കമ്മിറ്റികൾ ഉണ്ടാക്കി അവിടെ അധികാരത്തിൻ്റെ പുറത്ത് അടയിരിക്കും. മരിച്ചു കഴിഞ്ഞ് പിന്നെ 6 മാസം കൂടെ കഴിഞ്ഞേ അത് ഒഴിഞ്ഞു കൊടുക്കാവൂ. പക്ഷേ ആ പദവി കൊണ്ട് സ്വന്തം സമൂഹത്തിൽ, സ്വന്തം മഹലിനകത്ത് ഗതികെട്ടവൻ എത്രയുണ്ട്, തെണ്ടാനിറങ്ങുന്നവൻ എത്രയുണ്ട്, വീടില്ലാത്തവൻ എത്രയുണ്ട്, കക്കൂസില്ലാത്തവൻ എത്രയുണ്ട്, സ്വന്തം നാവോ തൊള്ളയോ കയ്യോ കാലോ പൊക്കി വേറെ എവിടെങ്കിലും ഈ സമുദായത്തിലെ ആളുകളെ നീട്ടാൻ വിടാതെ എവിടെയെങ്കിലും ഇറങ്ങി ആരെയെങ്കിലും കണ്ട് എന്തെങ്കിലും ഒപ്പിച്ച് എൻ്റെ മഹല്ല് ഈ യാചകരില്ലാത്തതാണ്, ഗതികേടുള്ള മനുഷ്യരെയൊക്കെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്, അതിനുള്ള സമ്പത്തും സൗകര്യങ്ങളുമൊക്കെ ഇവിടെ ഉള്ളതെല്ലാം ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നാളെ പടച്ചവൻ്റെ മുന്നിൽ പറയാൻ ഒരു യോഗ്യതയുമില്ലാതെ ആയിരിക്കുന്ന ഒത്തിരി മഹല്ല് നേതാക്കളുണ്ട്, അടയിരിക്കുന്നവരുണ്ട്. വിട്ടുകൊടുക്കരുത്, ആർക്കും മാറിക്കൊടുക്കരുത്. മരിച്ചു കഴിഞ്ഞ് ഒരാണ്ടൂടെ കഴിഞ്ഞേ മാറിക്കൊടുക്കാവൂ. പറ്റുമെങ്കിൽ അവിടെയും തരാമെന്ന് പറഞ്ഞാൽ മാത്രമേ സമാധാനമായി അങ്ങോട്ടും പോകാവൂ. പക്ഷേ കാശിന് ഒരു ഉപയോഗവുമില്ല, 10 പൈസയുടെ ഗുണമില്ല, ഒരാൾക്കും ഇല്ല ഗുണം. അതാണ് സത്യം പറഞ്ഞാൽ പല മഹല്ല് കമ്മിറ്റികളുടെയും അവസ്ഥയും സ്ഥിതിയുമൊക്കെ. പിടിവിടാതെ വെച്ചിട്ടുണ്ട്. വെറും സാധാരണക്കാരുടെ മുന്നിൽ കല്യാണത്തിന് കത്ത് വാങ്ങിക്കാൻ വരുമ്പോൾ അവരെ തെക്കുവട കൂടിക്കാം. പിന്നെ ബന്ധമൊഴിയാൻ വരുമ്പോൾ അവരെടുത്ത് പറയുന്നത് കേട്ട് വലിയ ചട്ടമ്പിയും ആളുമൊക്കെയായി ചമയാം. അതിനപ്പുറത്ത് ആ സ്വന്തം സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഈ ഉസ്താദ് പറഞ്ഞതുപോലെ എന്തെങ്കിലും കഴിയുന്നത് ഇല്ല. മറിച്ച് ലെറ്റർ പാഡെടുത്ത് അതിൻ്റെ അടിയിൽ എഴുതി ഒപ്പിട്ട് റെഡിയാക്കി കൊടുക്കും. പിന്നെ കുറച്ച് പേരങ്ങനെ അപമാനം ഉണ്ടാകാതിരിക്കാൻ ലെറ്റർ പാഡൊന്നും കൊടുക്കത്തില്ല. നിങ്ങൾ പോയി തെണ്ടി ജീവിച്ചോളാൻ പറയും. ഞങ്ങളിരിക്കുന്ന ജമാഅത്തിൻ്റെ ലെറ്റർ പാഡ് തരത്തില്ല, പക്ഷേ നിങ്ങൾ പോയി തെണ്ടിക്കോ, കുഴപ്പമൊന്നുമില്ല. കഷ്ടമാണ് സഹോദരന്മാരെ, പരമകഷ്ടം. ഇത്രയേറെ കൈനീട്ടുന്നവർ അതൊരു അമലുകൾ പോലെ അതിന് സദക്കയെന്നും മറ്റു പല പേരുകളുമിട്ട് പള്ളിക്കകത്തും പുറത്തുമൊക്കെ നിർലജ്ജം. പിന്നെ സ്ഥാപനങ്ങളുടെ പേരിൽ, അല്ലാതെ പേരിൽ, ഇതൊന്നും വേറെ എങ്ങും ഇല്ലേ? ആർക്കും ഇല്ലേ കഷ്ടപ്പാടും ഗതികേടുമൊന്നും? ആർക്കും ഇല്ലേ? ഒരുപാട് അഗതി മന്ദിരങ്ങളും അനാഥ മന്ദിരങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ എത്രയോ പേർക്കുണ്ട്. കഷ്ടമാണ്.